ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തലേ ദിവസം എം.വി. ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന CPM RSS ബാന്ധവം, ഇതിൻ്റെ പിന്നിലൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നിൽ ദുരുദ്ദേശം ഉണ്ടായാലും ഇല്ലെങ്കിലും അത് ടോപ്പ് ഓഫ് ദ മൈൻഡ് എന്ന് പറയുന്ന പോലെ മനസ്സിൻ്റെ മുകളിൽ കിടക്കുന്ന കാര്യങ്ങളങ്ങ് അറിയാതെ മാഷ് പ്രസ്താവിച്ചു എന്ന് എനിക്ക് തോന്നണത്. എന്തായാലും അതിലൊരു രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ ഉദ്ദേശവും ദുരുദ്ദേശവും അവിടെ നിൽക്കട്ടെ. നമ്മളങ്ങനെ ഒരു കോൺസ്പിറസി തിയറിയൊന്നും ഞാൻ സാധാരണ എൻ്റർടൈൻ ചെയ്യാറില്ല. പക്ഷേ ആ വിഷയം പുറത്തു വന്നു. ആ വിഷയം പുറത്തു വന്നത് കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇടം നൽകിയിട്ടുണ്ട്. അപ്പം അതിൽ CPM-ന് RSSനോടുള്ള സമീപനം എന്താണ്? ഇതാണല്ലോ ആ വിഷയത്തിൻ്റെ അടിത്തറ. അപ്പം അതിൽ മാഷ് പറഞ്ഞ ഒരു കാര്യം, ഞങ്ങളെല്ലാം ആ പാർട്ടിയിലുണ്ടായിരുന്ന ആളുകളാണല്ലോ അന്ന് വളരെ ചെറുപ്പത്തിൽ, അത് RSSന് അടിയന്തരാവസ്ഥ കാലത്ത് RSSനോടൊപ്പം നിന്നോ ഇല്ലയോ എന്നുള്ളതാണ്. അതിൽ മാഷ് പറഞ്ഞതാ ശരി. അന്ന് EMS ഒരു ഫോർമുല മുന്നോട്ട് വെച്ചു. മൂപ്പരെപ്പോഴും പല ഫോർമുലകളും പറയുകയാണല്ലോ. അടിയന്തരാവസ്ഥക്കെതിരായ പാർട്ടികൾ, ഗ്രൂപ്പുകൾ, വ്യക്തികൾ അവരാരായാലും അവരുമായി യോജിക്കണം എന്നുള്ളതായിരുന്നു EMSൻ്റെ തീസീസ്. ആ തീസീസിന് അല്പം എതിരായിട്ടാണ് സുന്ദരയ്യ പറഞ്ഞത്. ഇവിടെ ചർച്ച ചെയ്യാതെ പിന്നീട് ഞാൻ പറയാം. ബീഹാറിലെ ഘടകം, CPM-ൻ്റെ ബീഹാർ ഘടകം, അവരതിനെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. അങ്ങനെ പറ്റില്ല. ജയപ്രകാശ് നാരായണൻ്റെ മൂവ്മെൻ്റ് അവിടെ നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ അവരുമായിട്ടൊക്കെ ഞങ്ങൾ പിന്നീട് CMB ഉണ്ടായതിനു ശേഷം വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ എതിർക്കുക എന്നത് മാത്രം പോരാ, ആരുമായും ചേർന്ന് എതിർക്കുക എന്നത് ശരിയല്ല എന്നതാണ് അതിൻ്റെ ഒരു ഉള്ളടക്കം. പക്ഷേ EMSൻ്റെ തീസീസ് തന്നെയാണ് ശരിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അന്ന് പാർട്ടിയിൽ ഡിബേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ പത്രത്തിലാണ് വായിക്കുന്നത്. ഞങ്ങൾ പാർട്ടിയിലൊന്നും ഇല്ലല്ലോ, ഞങ്ങളൊക്കെ സ്റ്റുഡൻസ് അല്ലേ. ഞാനന്ന് താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് SFI. പക്ഷേ എല്ലാ ദിവസവും പാർട്ടി ഓഫീസിൽ പോകുന്ന പാർട്ടി പ്രവർത്തകനാണ്. ബാക്കി പലരും പാർട്ടി ഓഫീസിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നൊരു കാലമായി. അപ്പം അന്ന് ദേശാഭിമാനിൽ എഴുതിയ ലേഖനങ്ങൾ, അതിൻ്റെ ലേഔട്ട് വരെ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം കൊണ്ടുവന്നത് ദിമിത്രോവിൻ്റെ തീസീസാണ്. ദിമിത്രോവ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, ബൾഗേറിയക്കാരനാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഹിറ്റ്ലറെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ കോളനിയായി പിടിച്ചു വെച്ച സാമ്രാജ്യ ലക്ഷണമൊത്ത സാമ്രാജ്യത്വ രാജ്യം, അമേരിക്ക ഒരു അഭിനവ സാമ്രാജ്യത്വ രാജ്യം, ഇവർ രണ്ടുമായിട്ടും യോജിച്ചുകൊണ്ടാണല്ലോ സ്റ്റാലിൻ നേരിട്ട് നടത്തിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ അത്. അപ്പോൾ അതിനെ ന്യായീകരിക്കുന്ന തരത്തിൽ ഫാസിസത്തിന് എതിരായി എല്ലാവരുമായിട്ട് യോജിക്കാം, അതിനെയാണ് ഫാസിസത്തിനെതിരായ ഐക്യമുന്നണി എന്ന ദിമിത്രോവിൻ്റെ തീസിസ്. അതിന് പുറമെ ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയായ തൊഗ്ലിയാത്തി, ആ പേരുകളൊന്നും വളരെ സർക്കുലേഷനിലില്ല. ഞങ്ങളൊക്കെ ആ പേര് എപ്പോഴാണ് കേൾക്കുന്നത്, ചെറുപ്പക്കാരൻ. തൊഗ്ലിയാത്തിയുടെ തീസീസുകൾ ഇതൊക്കെയാണ് EMS പറഞ്ഞുകൊണ്ട് പാർട്ടിക്കകത്ത് അദ്ദേഹം നടത്തിയ സമരത്തിൻ്റെ ബഹിസ്ഫുരണങ്ങളായിരുന്നെങ്കിലും പുറത്ത് ഞങ്ങൾ വായിച്ച ഞങ്ങളുടെ സംഘടനയിലൊക്കെ പറഞ്ഞ കാര്യങ്ങളായി പറയും. ആ അർത്ഥത്തിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞതാണ് ശരി. അപ്പം അന്ന് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ ഒരു ഫാസിസ്റ്റ് നീക്കമായിരുന്നുള്ള കാര്യത്തിൽ അന്നും ഇന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പോൾ ഞാൻ കോൺഗ്രസുമായിട്ട് 40-40 വർഷമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയാണല്ലോ. പക്ഷെ ഞങ്ങൾ CMBയുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ അടിയന്തരാവസ്ഥയെ ഞങ്ങൾ തെറ്റായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. പക്ഷെ എന്തിനാണ് ഇപ്പോൾ കിടന്നു ഉരുളുന്നത്? ഇപ്പോൾ ഇവിടെ CPM എടുത്തണിഞ്ഞിട്ടുള്ള ഒരു മതേതരത്വ മുഖമുണ്ടല്ലോ, ആ മുഖം കേടുവരുമോ എന്ന് സംശയിച്ചിട്ടാണ്. അങ്ങനെയൊന്നുമില്ല, ജനതാ പാർട്ടിയായിരുന്നു. ജനതാ പാർട്ടി എപ്പോഴാണ് ഉണ്ടായത്? ജനതാ പാർട്ടി അടിയന്തരാവസ്ഥയുടെ അവസാന ഘട്ടത്തിൽ അല്ലേ ജനതാ പാർട്ടി എന്ന സങ്കല്പം ഉണ്ടാവുന്നത്. അപ്പം അന്ന് സോഷ്യലിസ്റ്റ് സാക്ഷാൽ ഏറ്റവും വലിയ റെയിൽവേ സമരത്തിൻ്റെ നായകനല്ലേ ജോർജ് ഫെർണാണ്ടസ്. അതേപോലെ തന്നെ യാഥാസ്ഥികനാണെങ്കിലും ജനാധിപത്യവാദിയായ മൊറാർജി, ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നായകനായിട്ടുള്ള ജയപ്രകാശ് നാരായൺ അല്ലേ. അപ്പോൾ അതുപോലെ നേതാക്കന്മാരൊരു ഭാഗത്ത്, അതേപോലെ സംഘടനാ കോൺഗ്രസ്, മൊത്തത്തിൽ സോഷ്യലിസ്റ്റ് പാർട്ടി, സംഘടനാ കോൺഗ്രസ്, അതുപോലുള്ള എല്ലാ തരത്തിലുള്ള ആളുകൾ, BKD ചരൺ സിംഗിൻ്റെ പാർട്ടി തുടങ്ങിയിട്ടുള്ള ഭാരതീയ ക്രാന്തിദൾ,
എന്നൊക്കെ പറയുന്ന വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നല്ലോ അത്. അങ്ങനെയുള്ള നിരവധി നേതാക്കന്മാരല്ലേ പിന്നീട് 77 പാർട്ടിയായിട്ടും ഗവൺമെൻറ്റൊക്കെ ഉണ്ടാക്കിയത്. ഇന്ദിരാഗാന്ധി തന്നെ തോറ്റുപോയല്ലോ ആ തെരഞ്ഞെടുപ്പിൽ. രാജ്നാരായൺ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ വന്നു. അപ്പോൾ അന്ന് ഇപ്പോൾ അവർ പറയുന്നത് ജനതാ പാർട്ടിയാണ്, RSS ഒന്നുമല്ല. ജനതാ പാർട്ടിയിലും RSS ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മൊറാർജി ഗവൺമെൻറ് വന്നതിന് ശേഷം രാജ്നാരായണനും അതേപോലെ തന്നെ പിന്നീട് ജനറൽ സെക്രട്ടറിയായി തീർന്ന സുർജിത്ത് കോൺഗ്രസ് വിരുദ്ധതയുടെ ഒരു പ്രതീകമല്ല. ഈ RSS ഉള്ള ഗവൺമെൻറ്റിനെ നമുക്ക് പിന്താങ്ങാൻ കഴിയില്ല എന്ന ഒരു പ്രശ്നം വരികയും ജൂലൈ ക്രൈസിസ് എന്നാണ് അത് CPM അറിയപ്പെട്ടത്. അപ്പോഴേക്കും ഞങ്ങളൊക്കെ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച് അതിന് അംഗത്വത്തിലേക്കും നേതൃത്വത്തിലേക്കും വിദ്യാർത്ഥി രംഗത്തുള്ള അതിലേക്ക് വന്നു. അന്ന് ജ്യോതി ബാസുവും ആ നിലപാടാണ് സ്വീകരിച്ചത്. അദ്ദേഹം പറഞ്ഞത് നേരെ തിരിച്ചാണ്. ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ പാടില്ല, ഇതിനെ മൊറാർജി ദേശായി ഗവൺമെൻറ്റിനെ. പക്ഷേ മറ്റവർ ബംഗാൾ ഘടകത്തിൻ്റെ അഭിപ്രായം അതാണ്. പക്ഷേ മറ്റു പലരും പറഞ്ഞു, സുർജിത്ത് അടക്കം പറഞ്ഞു, ഇത് പറ്റില്ല, RSS ആയിട്ട് പറ്റില്ല. അങ്ങനെ മൊറാർജി ദേശായി അന്ന് ലണ്ടനിലായിരുന്ന ജ്യോതി ബാസുവിനെ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ അത് ബംഗാൾ ഘടകത്തിൻ്റെ അഭിപ്രായത്തെ പിന്നീട് ഇവർ തന്നെ ഈ നേരത്തെ RSSുമായിട്ട് ഐക്യം ഉണ്ടാക്കണം എന്ന തീസീസ് കൊണ്ടുവന്നവർ തന്നെ EMS അടക്കം അത് തള്ളിക്കളഞ്ഞ് ആ ഗവൺമെൻറ്റിനുള്ള പിന്തുണ പിൻവലിക്കുന്നതിലേക്ക് എത്തി. അപ്പോൾ അവിടെ സംഭവിച്ചു, ബംഗാൾ ഘടകം ശക്തമായിട്ട് എതിർത്തു. 82 വിജയവാഡയിൽ നടന്ന പാർട്ടി കോൺഗ്രസ്സിൽ ജ്യോതി ബാസു ഏതാണ്ട് 1.5 മണിക്കൂർ സമയമാണ് ഈ പിൻവലിച്ച തീരുമാനം തെറ്റായിപ്പോയി എന്ന ബംഗാൾ ഘടകത്തിൻ്റെയും ബംഗാൾ സംസ്ഥാന സമ്മേളനത്തിൻ്റെയും അഭിപ്രായം പാർട്ടി കോൺഗ്രസ്സിൽ പൊളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ട് പോലും പ്രത്യേക അനുവാദത്തോടുകൂടി പ്രസംഗിച്ചത് കേട്ടൊരു പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയാണ് ഞാൻ. ഏറ്റവും പ്രായം കുറഞ്ഞ ആളുകളിൽ ഒരാളാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ RSSുമായി സഹകരിച്ചിട്ടുണ്ട്. അങ്ങനെ RSSുമായി സഹകരിച്ചത് തെറ്റാണ് എന്ന് പറഞ്ഞൊരു വിഭാഗവും CPMലുണ്ടായിരുന്നു. പക്ഷേ RSSുമായി അടിയന്തരാവസ്ഥയിൽ സഹകരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അതിനൊരു ന്യായം ഉണ്ടായിരുന്നു. പക്ഷേ 80കളുടെ അവസാനത്തിൽ വന്നപ്പോൾ ഈ RSS അടങ്ങുന്ന BJPയുമായിട്ട് സഹകരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ അത് തെറ്റായിരുന്നു. രാജീവ് ഗാന്ധിക്കെതിരായിട്ട് എന്തിനാണ് സഹകരിച്ചത്? വെറും ബോഫോഴ്സ് ഇടപാടിൻ്റെ പേരില്ല അല്ലേ? അപ്പോൾ VP സിംഗ് ഗവൺമെൻറ് നിലവിൽ വന്നു. VP സിംഗ് ഗവൺമെൻറ്റിനെ നിലനിർത്തിയത് ചൊവ്വാഴ്ച ദിവസങ്ങളിലും ബുധനാഴ്ച ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അത്താഴ വിരുന്നുകളായിരുന്നു. അതിന് ചിത്രം പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടല്ലോ. അപ്പോൾ EMSും അദ്വാനിയും ജ്യോതി ബാസുവും ഒക്കെ ഒരുമിച്ച് ഇരുന്ന് ഫോട്ടോ എടുത്ത് വിരികയാണല്ലോ, ഫോട്ടോ സെഷൻസ്. അപ്പോൾ അതെന്തിനായിരുന്നു? അപ്പോൾ ആദ്യത്തെ RSSുമായിട്ടുള്ള സഹകരണത്തെ ഫാസിസത്തിനെതിരായ ഐക്യമുന്നണി എന്ന രീതിയിൽ ന്യായീകരിക്കാമെങ്കിലും 89 വന്നപ്പോൾ ബാബറി മസ്ജിദ് പൊളിക്കാൻ തക്കം പാർത്തിരുന്ന RSSും BJPയും പിന്താങ്ങിയ ഗവൺമെൻറ്റിനെ പിന്താങ്ങി അല്ലേ? അപ്പോൾ അതല്ലേ ഏറ്റവും വലിയ തെറ്റ്. അത് കഴിഞ്ഞ് UPA ഉണ്ടാക്കി. അപ്പോൾ വീണ്ടും ഇക്വേഷൻസ് മാറുകയാണ്. UPA ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കറിയാമെന്ന് EMS ഇല്ല, EMS മരിച്ചു പോയല്ലോ. ജ്യോതി ബാസുവും സുർജിത്തും ഒരു ടീമായി നിന്നുകൊണ്ട് സോണിയാഗാന്ധിയുമായി ചേർന്നുകൊണ്ട് UPA യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്നൊരു മുന്നണി ഉണ്ടാക്കി. അതിൻ്റെ ഒന്നാമത്തെ ഗവൺമെൻറ് ധാരാളം നല്ല കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ. തൊഴിലുറപ്പ് പദ്ധതി അടക്കം ഇന്നും ആളുകൾ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതികളുകൊണ്ട് 335 രൂപ കിട്ടും പണിക്ക് പോയാൽ വൃദ്ധന്മാർക്കൊക്കെ. പക്ഷേ ആ ഗവൺമെൻറ്റിനെ എന്തിൻ്റെ പേരിലാണ് താഴെ ഇറക്കാൻ ശ്രമിച്ചത്? ആണവ കരാറിൻ്റെ പേരിൽ. ഈ ആണവ കരാർ ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? ഞാൻ CPMനോട് ചോദിക്കും. ഇപ്പോൾ MABB ആണല്ലോ ജനറൽ സെക്രട്ടറി. പക്ഷേ അന്ന് UPA സർക്കാരിൻ്റെ കാലത്തൊക്കെ ഇടതുപക്ഷം ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിന്നിട്ട് ആ തിരുത്തൽ ശക്തിയുടെ കാര്യമാണ് പറഞ്ഞത്. ആ തിരുത്തൽ ശക്തി അതിന് പൊളിക്കാനാണ് നിന്നത്. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന് വടക്കം പാട്ടി പറഞ്ഞ പോലെ ഉണ്ടാക്കിയതിൽ നിർണായകമായ പങ്ക് വഹിച്ചു. തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കുന്നതിൽ നല്ല പങ്ക് വഹിച്ചു. പക്ഷെ അതിനെ കൊല്ലുന്നതിലും വഹിച്ചു. ഒടുവിൽ ആ ഗവൺമെൻറ്റിനെതിരെ BJP കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം. ആ അവിശ്വാസ പ്രമേയത്തിന് എന്തിനാണ് CPM പിന്താങ്ങിയത്? ന്യൂട്രലായിട്ട് നിൽക്കായിരുന്നില്ലേ? അപ്പോൾ UPA ഗവൺമെൻറ്റിനെ തകർക്കാനായിട്ട് ഉള്ള ഗൂഢാലോചനയിൽ പ്രകാശ് കാരാട്ട് പങ്കെടുത്തു. അപ്പോഴേക്കും സുർജിത്തും ജ്യോതി ബാസും ഒക്കെ ഇല്ലാതായി, EMS ഇല്ലാതായി. ഈ പറയുന്ന യെച്ചൂരി
കാരാട്ട് കൂട്ടുകെട്ടാണ് പിന്നെ ഭരിക്കുന്നത്. യെച്ചൂരിയുടെ അഭിപ്രായം വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഇപ്പം എം എ ബേബി പറഞ്ഞു ഞാൻ ആ സെൻട്രൽ കമ്മിറ്റിയിൽ എന്താ അഭിപ്രായമാണ് പറഞ്ഞത് എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ വീണ്ടും RSS ആയിട്ട് ബന്ധപ്പെട്ടില്ലേ? ഇനി ഇതിനിടയിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പ്രധാനമന്ത്രി പദം താലത്തിൽ വെച്ച് CPM-ന് കൊടുത്തല്ലോ. RSS-നെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനും ഇന്ത്യയുടെ മുഴുവൻ സുഷിരങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉണർവുണ്ടാക്കാനും ഇടയാക്കുന്നതാകുമായിരുന്നില്ലേ ജ്യോതി ബാസുവിൻ്റെ പ്രധാനമന്ത്രി പദം? ഏറ്റെടുക്കാതിരുന്നത് ചരിത്രപരമായ മണ്ടത്തരമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. ജ്യോതി ബാസു തന്നെ പറഞ്ഞല്ലോ. പിന്നെ ജ്യോതി ബാസു ആയതുകൊണ്ട് നടപടിയൊന്നും എടുത്തില്ല. അന്നും കോൺഗ്രസ് വിരോധമാണ് മുന്നിൽ. ബലത്തിൽ അത് ആരെ സഹായിച്ചു? ഇവിടെ ഒരു BJP ഗവൺമെൻറ് ഉണ്ടായതിൻ്റെ മുഖ്യ കാരണം ജ്യോതി ബാസു ഗവൺമെൻറ് വരാതിരുന്നതാണ്. ശരിയല്ലേ? ജ്യോതി ബാസു ഗവൺമെൻറ് വന്ന് 5 കൊല്ലം നിൽക്കില്ലേ? അത് നിന്നിരുന്നെങ്കിൽ പിന്നെ തിരഞ്ഞെടുപ്പുകളുണ്ടോ? പിന്നെ 90കളുടെ അവസാനത്തിൽ നിന്നാണ് തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാവില്ല. അദ്ദേഹം 30 വർഷം അപ്പം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. എവിടെ? ബംഗാളിൽ. ആ 30 വർഷം ബംഗാളിനെ നയിച്ച ജ്യോതി ബാസു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ലോകമാകെ അറിയപ്പെടും അല്ലേ? അങ്ങനെ വന്നാൽ ഈ BJP-യുടെ ഗവൺമെൻറ് പിന്നെ വരില്ല. അപ്പം BJP ഗവൺമെൻറ്റിന് പരവതാനി വിരിച്ചത് CPM-ൻ്റെ ജ്യോതി ബാസു വിരോധവും സർക്കാർ വിരോധവുമാണ്. അപ്പോൾ CPM ഒരു സീരീസായിട്ട് നോക്കുകയാണെങ്കിൽ 75-ൽ RSS-നെ പിന്താങ്ങിയതിനെ ഞാൻ അനുകൂലിക്കുകയാണ്. അത് യാഥാർത്ഥ്യവുമാണ്. പിന്താങ്ങിയില്ലാന്നൊന്നും ഇപ്പോൾ പറയണ്ട. അന്ന് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞങ്ങളെ കുട്ടികളാന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊന്നും പാർട്ടിയിലൊന്നും ഇല്ലല്ലോ. SFIയുടെ ജില്ലാ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നതാണ്. അന്ന് കുരുക്ഷേത്രം എന്ന് പറഞ്ഞൊരു പത്രം എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ രജിസ്ട്രേഷനൊന്നുമില്ല. പിന്നീടാണ് മനസ്സിലാക്കിയത് PP മുകുന്ദനാണ് അതിൻ്റെ എഡിറ്ററായിരുന്നു. PP മുകുന്ദൻ അന്ന് തൃശ്ശൂരിലുണ്ടായിരുന്നു. ഞങ്ങൾക്കതൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. പിന്നെ അദ്ദേഹമായിട്ട് വളരെ അടുപ്പമായി. അപ്പോൾ ഈയിടെ അദ്ദേഹം മരിച്ചപ്പോൾ അനുശോചന യോഗത്തിന് തൃശ്ശൂരിൽ ചെന്നപ്പോഴാണ് നമ്മുടെ കല്യാൺ സ്വാമി പറഞ്ഞത് കല്യാൺ വസ്ത്രാലയത്തിലെ കുട്ടികളാണ് അന്ന് RSS-ൻ്റെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഈ PP മുകുന്ദൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഇതൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരുന്നു. ഒരു രഹസ്യരേഖയിലേക്കാണ്. ഞങ്ങൾക്കും അതെങ്ങനെയോ കിട്ടിയിരുന്നു. അപ്പോൾ അതിലൊരുപാട് വാർത്തകളുണ്ടാവും, ദേശീയ തലത്തിലുള്ള വാർത്തകൾ. പീപ്പിൾസ് ഡെമോക്രസിയിൽ പോലും സെൻസർഷിപ്പുണ്ട്. ഇത് സെൻസർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇതിന് രജിസ്ട്രേഷൻ ഇല്ല. അപ്പോൾ ആ കുരുക്ഷേത്രം ഞങ്ങളെല്ലാം കയ്യിൽ കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ABVP SFI അലയൻസ് ഉണ്ടായിരുന്നു. NSS കോളേജിൽ ABVP SFI അലയൻസിലാണ് ആളുകൾ മത്സരിച്ചത്. ഞാൻ ലോ കോളേജ് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ശ്രീധരൻപിള്ള, അതിപ്പോൾ ഗവർണറല്ലേ, AK ബാലനും ശ്രീധരൻപിള്ള ഒരു ക്ലാസ്സിലാണ് പഠിച്ചത്. അപ്പോൾ ABVPയുടെ സപ്പോർട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അന്ന് എമർജൻസി പോസ്റ്റ് എമർജൻസി കാലത്ത് അതിനൊരു ന്യായമുണ്ട്. 89-ൽ ഒരു ന്യായവും ഇല്ല. അത് കഴിഞ്ഞ് 1ാം UPA ഗവൺമെൻറ്റിനെ പൊളിക്കുമ്പോൾ യാതൊരു ന്യായവും ഇല്ല. ഉണ്ടോ? 2008, 2009. അപ്പോൾ അതുകൊണ്ട് CPM RSS ബന്ധം ആദ്യം ഒരു ആവശ്യത്തിൽ നിന്ന് തുടങ്ങിയെങ്കിലും പിന്നീട് അനാവശ്യത്തിൻ്റെ മൂർത്തീകരണമായിട്ടാണ് മാറിയത്. ഇപ്പം അതൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ പിണറായി വിജയൻ്റെ ഈ 2ാം ഗവൺമെൻറ്റിനെ പോലും നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ ഒളിച്ചുമല്ലാതെയും അവരുമായിട്ടൊരു ബന്ധമുണ്ട് എന്നൊരു ആരോപണം ഉണ്ടല്ലോ. അതെ, ഇല്ലേ? എത്രയോ വലിയ കേസുകൾ വന്നു. ആ കേസുകളെയൊക്കെ ഇങ്ങനെ തട്ടി ലാവലിൻ മുതൽ SFIO വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.